വെൽക്കം ടു ബുദ്ധ സ്റ്റേറ്റ്സ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കാക്കനാടിനടുത്ത് ആലുവ പൂക്കാട്ടുപടി ബസ് റൂട്ടിന് തൊട്ടടുത്തായി സ്ഥിതി ചെയ്യുന്ന വലിയൊരു വില്ല പ്രൊജക്ടിന്റെ ഭാഗമായ വളരെ മനോഹരമായി ഇന്റീരിയറും എക്സ്റ്റീരിയറും ചെയ്ത് ലാൻഡ്സ്കേപ്പും ഹട്ടോടും കൂടിയ ഒരു മനോഹരമായ വീട് പരിചയപ്പെടുത്താനാണ്. 7 സെന്റ് 600 ലിങ്സ് സ്ഥലത്ത് 2450 സ്ക്വയർ ഫീറ്റിൽ 4 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമും യൂട്ടിലിറ്റി സ്പേസും 2 കിച്ചണും 4 കാർ പാർക്കിംഗ് സ്പേസുകളും കൂടിയാണ് ഈ ഒരു മനോഹരമായ വീട് വരുന്നത്. ഈ വീട്ടിൽ നിന്ന് ബസ് റൂട്ടിലേക്ക് 500 മീറ്റർ, രാജഗിരി ഹോസ്പിറ്റലിലേക്ക് 2.9 കിലോമീറ്റർ, കിൻഫ്ര ഹൈടെക് പാർക്കിലേക്ക് 6 കിലോമീറ്റർ, ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് 7.5 കിലോമീറ്റർ, മെട്രോ സ്റ്റേഷനിലേക്ക് 8.5 കിലോമീറ്റർ, ഇൻഫോ പാർക്കിലേക്ക് 10 കിലോമീറ്റർ, കാക്കനാടേക്ക് 12 കിലോമീറ്റർ, എടപ്പള്ളിയിലേക്ക് 13 കിലോമീറ്റർ, കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് 14 കിലോമീറ്റർ എന്നിങ്ങനെയാണ് ഡിസ്റ്റൻസ് ആയി വരുന്നത്. ഈ വീടിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം. മനോഹരമായ ഈ ഒരു വീടിന്റെ എലിവേഷൻ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ മോഡേൺ ബോക്സി എലിവേഷൻ നൽകി അത്യാവശ്യം ടെക്സ്ചർ പെയിന്റ് വർക്കും സിലിണ്ടറിക്കൽ ലൈറ്റും സ്ക്വാട്ടോ ഡിസൈനും പെർമനന്റ് ഗ്ലാസ് വിൻഡോസും എല്ലാമാണ് നൽകിയിരിക്കുന്നത്. കൂടാതെ ഈ വീടിന് 2 സൈഡാണ് റോഡ് വരുന്നത്. വെസ്റ്റ് സൈഡിലും നോർത്ത് സൈഡിലും റോഡാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കോർണർ പ്ലോട്ടിലായിട്ടാണ് ഈ ഒരു വീട് വരുന്നത്. 5 മീറ്ററോളമാണ് റോഡിന്റെ വിട്ട് വരുന്നത്. റോഡിന്റെ വർക്ക് ഇനി കംപ്ലീറ്റ് ആവാനായിട്ടുണ്ട്. ഈ വീടിന്റെ കോമ്പൗണ്ട് വാളിന്റെ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഭംഗിയുള്ള ഡിസൈൻ നൽകി 2-way ലൈറ്റോട് കൂടിയാണ് വരുന്നത്. അതുപോലെ തന്നെ കോമ്പൗണ്ട് വാൾ പില്ലറിൽ ഷോ ലൈറ്റ്സും നൽകിയിട്ടുണ്ട്. വീടിന്റെ വെസ്റ്റ് സൈഡിലേക്കും നോർത്ത് സൈഡിലേക്കും ഗേറ്റിന് ഓപ്പണിംഗും നൽകിയിട്ടുണ്ട്. ഇതുകൂടാതെ നോർത്ത് സൈഡിലായിട്ട് ഒരു വിക്കറ്റ് ഗേറ്റും നൽകിയിട്ടുണ്ട്. ഗേറ്റ് കടന്ന് നമ്മൾ വരുന്നത് ഇന്റർലോക്ക് കട്ടകളും പെബിൾസും ആർട്ടിഫിഷ്യൽ ഗ്രാസും നൽകിയിട്ടുള്ള ഒരു പാസേജിലേക്കാണ്. ഇതിന് ഇരുഭാഗത്തുമായിട്ട് വളരെ മനോഹരമായി ചെയ്ത ലാൻഡ്സ്കേപ്പാണ് വരുന്നത്. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ട് നാച്ചുറൽ ഗ്രാസും പെബിൾസും സ്റ്റോൺസും കൂടാതെ ഒരു ഹട്ടും വരുന്നുണ്ട്. ഇതിനോട് ചേർന്ന് തന്നെ ഒരു വാട്ടർ ഫൗണ്ടനും നൽകിയിട്ടുണ്ട്. നോർത്ത് വെസ്റ്റ് കോർണറിലും അതേപോലെ തന്നെ നാച്ചുറൽ ഗ്രാസ് ഒക്കെ നൽകി വളരെ മനോഹരമായി തന്നെയാണ് ലാൻഡ്സ്കേപ്പ് ചെയ്തിരിക്കുന്നത്. പടിഞ്ഞാറ് ദർശനമായിട്ടുള്ള ഈ വീടിന് 4 കാർ പാർക്കിംഗ് സൗകര്യമാണ് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് 2 SUV കാർ പാർക്കിങ്ങിനുള്ള സ്പേസ് ആണ് ലഭിക്കുന്നത്. കൂടാതെ വീടിന്റെ ഫ്രണ്ട് സൈഡായ ഈ ഒരു ഭാഗത്തും 2 കാർ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ലഭിക്കുന്നുണ്ട്. വീടിന്റെ നോർത്ത് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് വരുന്നത് ഫാമിലി ലിവിംഗ് സ്പേസ് ആണ്. അതുകൂടാതെ ഇവിടെ എല്ലാം തന്നെ വളരെ മനോഹരമായിട്ടാണ് ലാൻഡ്സ്കേപ്പ് ചെയ്തിരിക്കുന്നത്. വീടിന്റെ നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് കിണർ നൽകിയിരിക്കുന്നത്. ഈ ഒരു സൈഡിലായിട്ട് ഒരു ടാപ്പും നൽകിയിട്ടുണ്ട്. വീടിന്റെ ഈസ്റ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ 4 അടിയിലേറെയാണ് ഈ ഒരു ഭാഗത്തെ വിട്ട് വരുന്നത്. മെറ്റൽ ചിപ്സ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ബാക്കിലായി കാണുന്നത് വർക്ക് ഏരിയ ആണ്. വീടിന്റെ സൗത്ത് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തായിട്ട് താഴത്തെ നിലയിലെ ബെഡ്റൂമിൽ നിന്ന് വ്യൂ വരുന്ന ഒരു കോർട്ട്യാർഡാണ് ലഭിക്കുന്നത്. ഇവിടെയായിട്ട് വരുമ്പോൾ ഡൈനിങ് സ്പേസിൽ നിന്ന് വ്യൂ വരുന്ന കോർട്ട്യാർഡാണ് വരുന്നത്. ഈ ഒരു ഭാഗത്തെല്ലാം തന്നെ പെബിൾസും സ്റ്റോണും അതുപോലെ തന്നെ നാച്ചുറൽ പ്ലാന്റ്സും നൽകിയിട്ടുണ്ട്. ഷീറ്റ് കൊണ്ട് ഫുള്ളി കവർ ചെയ്താണ് ഈ ഒരു ഏരിയ വന്നിരിക്കുന്നത്. കൂടാതെ ഈ ഒരു കോർട്ട്യാർഡിലായിട്ടാണ് വാഷ് കൗണ്ടർ നൽകിയിരിക്കുന്നത്. താഴെയായിട്ട് സ്റ്റോറേജ് ഒക്കെ ചെയ്ത് ഭംഗിയുള്ള ഒരു വാഷ് കൗണ്ടറാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഈ വീടിന്റെ സിറ്റ് ഔട്ടിന്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സിറ്റ് ഔട്ട് ഫുള്ളി ലെതർ ഫിനിഷ്ഡ് ഗ്രാനൈറ്റും മാറ്റ് ഫിനിഷ് ടൈലും യൂസ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. വളരെ സ്പേഷ്യസ് ആയ ഒരു സിറ്റ് ഔട്ടാണ് നമുക്ക് ലഭിക്കുന്നത്. 6 ചെയറോളം ഇടാനുള്ള സ്പേസ് ഉണ്ട്. മുകളിൽ സീലിംഗിൽ പ്രൊഫൈൽ ലൈറ്റും സിലിണ്ടറിക്കൽ ലൈറ്റ്സുമാണ് നൽകിയിരിക്കുന്നത്. സിറ്റ് ഔട്ടിന്റെ ഒരു ഭാഗത്തായിട്ട് നാച്ചുറൽ പ്ലാന്റ് ഒക്കെ നൽകി വളരെ മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. പടിഞ്ഞാറ് ദർശനമായിട്ടുള്ള ഈ വീടിന്റെ മെയിൻ ഡോർ തേക്കിൻ തടിയിൽ ഒറ്റപ്പാളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഡിജിറ്റൽ ലോക്കാണ് നൽകിയിരിക്കുന്നത്. ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്തിട്ടാണ് ഈ ഒരു മെയിൻ ഡോർ വന്നിരിക്കുന്നത്. മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഒരു ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്കാണ്. വളരെ സ്പേഷ്യസ് ആയിട്ടാണ് ഈ ഒരു ഗസ്റ്റ് ലിവിംഗ് ഏരിയ വരുന്നത്. ഡബിൾ ഹൈറ്റ് ആയിട്ടാണ് വരുന്നത്. മുകളിൽ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് ഭംഗിയുള്ള ഹാങ്ങിങ് ലൈറ്റ് ഉൾപ്പെടെ നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കൊരു കോർണർ സോഫ സെറ്റ് കൂടി ലഭിക്കുന്നുണ്ട്. വിൻഡോസ് എല്ലാം തന്നെ റോമൻ കട്ടൻസ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് TV യൂട്ടിലുള്ള പ്രൊവിഷൻ വരുന്നത്. താഴെയായിട്ട് സ്റ്റോറേജ് ഒക്കെ വരുന്നുണ്ട്. 2 സൈഡിൽ നാച്ചുറൽ പ്ലാന്റ് നൽകിയിട്ടുണ്ട്. ഈ ഒരു വാൾ കംപ്ലീറ്റ്ലി ടെക്സ്ചർ പെയിന്റ് വർക്കുകളൊക്കെ ചെയ്ത് ഭംഗിയുള്ള ഒരു വാൾ ലൈറ്റും നൽകിയിട്ടുണ്ട്. ഗസ്റ്റ് ലിവിംഗ് ഏരിയയിൽ നിന്ന് ഒരു സ്ലൈഡിംഗ് ഡോർ തുറന്ന് നമ്മൾ വരുന്നത് ഒരു ഫാമിലി ലിവിംഗ് സ്പേസിലേക്കാണ്. വളരെ മനോഹരമായ ഒരു ഫാമിലി ലിവിംഗ് സ്പേസ് ആണ് ഇവിടെയായിട്ട് നമുക്കൊരു വാട്ടർ ഫൗണ്ടൈൻ ലഭിക്കുന്നുണ്ട്. കൂടാതെ നോർത്ത് സൈഡിലായിട്ട് ജാളി ഡിസൈൻ ആണ് വരുന്നത്. മുകളിൽ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സ്പോട്ട് ലൈറ്റ് നൽകി ഈസ്റ്റിലേക്കും വെസ്റ്റിലേക്കും വുഡൻ ഡോറോട് കൂടിയാണ് ഈ ഒരു ഫാമിലി ലിവിംഗ് സ്പേസ് വരുന്നത്. മെയിൻ ഡോർ തുറന്ന് ഗസ്റ്റ് ലിവിംഗിലേക്ക് വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് താഴത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഇവിടെ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് വളരെ സ്പേഷ്യസ് ആയ ഡൈനിങ് വരുന്നത്. ഡബിൾ ഹൈറ്റ് ആയിട്ടാണ് ഈ ഒരു ഡൈനിങ് സ്പേസും വരുന്നത്. ഒരു 12 സീറ്റർ ഡൈനിങ് ടേബിൾ ഒക്കെ ഈസി ആയിട്ട് നമുക്കിവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ നിന്ന് ഒരു സ്ലൈഡിംഗ് ഡോർ നൽകിയിട്ടുണ്ട്. നമുക്ക് കോർട്ട്യാർഡിലേക്ക് പോകാം. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ ഓപ്പൺ കിച്ചൺ വരുന്നത്. സീലിംഗിന്റെ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ പാനലിംഗ് വർക്കാണ് ചെയ്തിരിക്കുന്നത്. ഡബിൾ ഹൈറ്റ് പോർഷനിൽ ഭംഗിയുള്ള ഒരു ഹാങ്ങിങ് ലൈറ്റ് ഉൾപ്പെടെ നൽകിയാണ് വന്നിരിക്കുന്നത്.
ഈ ഒരു ഭാഗത്തായിട്ടാണ് താഴത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് വളരെ മനോഹരമായ പാനലിംഗ് വർക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട്. സീലിംഗ് വർക്കിലേക്ക് വരികയാണെങ്കിൽ വുഡൻ പാനലിംഗും സിലിണ്ടറിക്കൽ ലൈറ്റ്സുമാണ് നൽകിയിരിക്കുന്നത്. ഈ വീട്ടിൽ വിഗാന്റെ വയസ്സും ലെഗ്രാൻഡിന്റെ സ്വിച്ചസുമാണ് നൽകിയിരിക്കുന്നത്. എല്ലാം തന്നെ മാറ്റ് ഫിനിഷ് സ്റ്റൈലാണ് ഫ്ലോറിംഗിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിന്റെ ഓപ്പൺ കിച്ചൺ വരുന്നത്. കിച്ചന്റെ എൻട്രൻസ് ഭാഗത്ത് തന്നെ ഒരു കൗണ്ടർ സ്പേസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. സൗത്ത് ഈസ്റ്റ് കോർണറായിട്ടാണ് ഈ ഒരു കിച്ചൺ വരുന്നത്. സൗത്തിലേക്കും ഈസ്റ്റിലേക്കും വിൻഡോകൾ നൽകിയിട്ടുണ്ട്. ഇലക്ട്രിക് ചിമ്മിനി ഓൾറെഡി പ്ലേസ് ചെയ്തിട്ടുണ്ട്. 3 ലെയറായിട്ട് ധാരാളം സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. കൗണ്ടർ ടോപ്പായിട്ട് നാനോ ഗ്രാനൈറ്റ് ആണ് വരുന്നത്. അത്യാവശ്യം പവർ പോയിന്റും കാര്യങ്ങളും കൗണ്ടർ സ്പേസിനോട് ചേർന്ന് വരുന്നുണ്ട്. എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി ഒരു കിച്ചൺ സിങ്കും വന്നിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഫ്രിഡ്ജിനുള്ള ഓപ്ഷൻ വരുന്നത്. ഈ ഒരു സൈഡിലും അത്യാവശ്യം സ്റ്റോറേജ് വരുന്നുണ്ട്. മുകളിൽ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സീലിംഗ് ഫാനോട് കൂടിയാണ് ഈ ഒരു കിച്ചണും വരുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിന്റെ സെക്കൻഡ് കിച്ചൺ അല്ലെങ്കിൽ വർക്ക് ഏരിയ വരുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയ ഒരു കൗണ്ടർ സ്പേസ് ആണ് നമുക്ക് ഇവിടെയും ലഭിക്കുന്നത്. കൗണ്ടർ ടോപ്പായിട്ട് വരുന്നത് ഗ്രാനൈറ്റ് ആണ്. അത്യാവശ്യം വലുപ്പമുള്ള ഒരു സിങ്കും ടാപ്പും നൽകിയിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസ് ഈ ഒരു വർക്ക് ഏരിയയിൽ നൽകിയിട്ടുണ്ട്. 2 സൈഡിലേക്കും ഡോറൊക്കെ നൽകി സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സ്പോട്ട് ലൈറ്റോട് കൂടിയാണ് ഈ ഒരു വർക്ക് ഏരിയയും വരുന്നത്. ഇവിടെയായിട്ടാണ് താഴത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിന്റെ ഡോർ വുഡിലാണ് ചെയ്തിരിക്കുന്നത്. സൗത്ത് വെസ്റ്റ് കോർണറായിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിന് 13 അടിയിലേറെ നീളവും 11 അടി വീതിയുമാണ് ഉള്ളത്. സൗത്ത് സൈഡിലായിട്ട് കോർട്ട്യാർഡിലേക്ക് ഇറങ്ങാനായിട്ട് ഡോറാണ് നൽകിയിരിക്കുന്നത്. വെസ്റ്റ് സൈഡിലായിട്ട് വിൻഡോ ആണ് വരുന്നത്. വിൻഡോയ്ക്ക് റോമൻ കട്ടൻസ് ഒക്കെ കൊടുത്ത് ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഒരു കോർണറിലായിട്ട് നമുക്ക് ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് ലഭിക്കുന്നുണ്ട്. ഇത് കൂടാതെ തന്നെ നമുക്ക് വലുപ്പമുള്ള ഒരു വാൾഡ്രോബ് തന്നെയാണ് ഇവിടെ ലഭിക്കുന്നത്. വാൾഡ്രോബിലും മിറർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സീലിംഗിൽ സ്പോട്ട് ലൈറ്റ് ആണ് നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോർ ആണ് നൽകിയിരിക്കുന്നത്. എല്ലാം തന്നെ പാരിവെയറിന്റെ ഫിറ്റിംഗ്സ് ആണ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയ ഈ ഒരു ബാത്റൂം വെറ്റ് ഏരിയ ഡ്രൈ ഏരിയ എന്ന സെപ്പറേഷൻ ഒക്കെ കൊടുത്ത് എക്സ്പോസ്റ്റ് ഫാനും ഹീറ്ററോടും കൂടിയാണ് വരുന്നത്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് പ്രൊഫൈലിലേക്കും സിലിണ്ടറിക്കൽ ലൈറ്റ്സുമാണ് നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് താഴത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിന്റെ ഡോർ വുഡിലാണ് ചെയ്തിരിക്കുന്നത്. നോർത്ത് ഈസ്റ്റ് കോർണറായിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിന് 12.5 അടിയിലേറെ നീളവും 11.5 അടിയോളം വീതിയുമാണ് വരുന്നത്. നോർത്തിലേക്കും ഈസ്റ്റിലേക്കും വിൻഡോകൾ നൽകി റോമൻ കട്ടൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്ത് ഫ്രെയിം പാനലിംഗും ചെയ്തിട്ടുണ്ട്. ഫുള്ളി ഫർണിഷ്ഡ് ആയിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. ബെഡും കോട്ടും എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. കൂടാതെ എയർ കണ്ടീഷൻ വരുന്നുണ്ട്. ഒരു കോർണറിലായിട്ട് ഡ്രസ്സിംഗ് യൂണിറ്റ് വരുന്നുണ്ട്. ഇത് കൂടാതെ ഒരു വാളിനോട് ചേർന്ന് വലുപ്പമുള്ള ഒരു വാൾഡ്രോബ് വരുന്നുണ്ട്. മുകളിൽ സീലിംഗിൽ സ്പോട്ട് ലൈറ്റ് കൊടുത്ത് സീലിംഗ് ഫാനോട് കൂടിയാണ് വരുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോർ ആണ്. ഇവിടെയും സെയിം ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് തന്നെയാണ് വരുന്നത്. ഹീറ്ററും എക്സ്പോസ്റ്റ് ഫാനും നൽകിയിട്ടുണ്ട്. സീലിംഗ് വർക്കുകൾ ഈ ഒരു ബാത്റൂമിലും ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഈ വീടിൻ്റെ സ്റ്റെയറിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. ഫ്ലോട്ടിംഗ് സ്റ്റൈലാണ് സ്റ്റെപ്പുകളെല്ലാം വരുന്നത്. വുഡൻ ഫിനിഷിലാണ് സ്റ്റെപ്പുകൾ വരുന്നത്. ഹാൻഡ് റെയിൽ വരുന്നത് വുഡും ഗ്ലാസും ഉപയോഗിച്ചിട്ടാണ്. ഹാൻഡിൽ നമ്മുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് ആൻറ്റി ക്ലോക്ക് ഡയറക്ഷനാണ് സ്റ്റെയർ വരുന്നത്. സ്റ്റെയർ കയറി വരുമ്പോൾ ലാൻഡിങ്ങിനോട് ചേർന്ന് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ബാൽക്കണി ലഭിക്കുന്നുണ്ട്. ബാൽക്കണിയിലേക്ക് ഇറങ്ങാനായി ഡോറും ഇരു ഭാഗത്തായിട്ട് വിൻഡോയും വരുന്നുണ്ട്. കർട്ടൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സ്റ്റെയർ കയറി വരുമ്പോൾ റൈറ്റ് സൈഡിലായിട്ടാണ് നമ്മുടെ യൂട്ടിലിറ്റി സ്പേസിലേക്കുള്ള ഓപ്പണിംഗ് വരുന്നത്. ഇവിടെയായിട്ട് നമുക്ക് ഒരു സ്പേസ് ലഭിക്കുന്നുണ്ട്. ഓഫീസ് ടേബിളോ സ്റ്റഡി ടേബിളോ ഒക്കെ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെയായിട്ട് 2 പവർ പോയിന്റ് വരുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ടൊക്കെ ടെക്സ്ചർ പെയിന്റ് ഒക്കെ നൽകി ഡക്ക സ്പേസോട് കൂടിയാണ് വരുന്നത്. ഇവിടെ നിന്ന് നമ്മൾ ഈ ഒരു പാസേജിലേക്ക് വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് മുകളിലത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ കാണുന്നത് ഡൈനിങ് സ്പേസിൻ്റെ ഡബിൾ ഹൈറ്റ് പോർഷനാണ്. ഇപ്പോഴത്തായിട്ട് വരുന്നത് ഗസ്റ്റ് ലിവിംഗ് സ്പേസിൻ്റെ ഡബിൾ ഹൈറ്റ് പോർഷനാണ്. നമ്മളിനി അപ്പർ ലിവിംഗിലേക്ക് പോകുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് മുകളിലത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഇവിടെയായിട്ടാണ് നമ്മുടെ അപ്പർ ലിവിംഗ് സ്പേസ് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് TV യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വാൾ കംപ്ലീറ്റ്ലി പാനലിംഗ് വർക്കൊക്കെ ചെയ്ത് വളരെ മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നോർത്ത് സൈഡിലേക്ക് പെർമനന്റ് ഗ്ലാസ് വിൻഡോസ് ഒക്കെ വന്നിട്ടുണ്ട്. കർട്ടൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. മുകളിൽ സീലിംഗ് വർക്കൊക്കെ ചെയ്ത് സീലിംഗ് ഫാനോട് കൂടിയാണ് ഈ ഒരു അപ്പർ ലിവിംഗ് സ്പേസ് വരുന്നത്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിൽ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ വുഡിലാണ് ചെയ്തിരിക്കുന്നത്. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിനും 12.5 അടിയിലേറെ നീളവും 11.5 അടിയിലേറെ വീതിയുമാണ് ഉള്ളത്. നോർത്തിലേക്ക് നമുക്ക് ഒരു ബാൽക്കണി ലഭിക്കുന്നുണ്ട്. അവിടേക്ക് ഇറങ്ങാൻ ഒരു ഡോറും നൽകിയിട്ടുണ്ട്. ഈസ്റ്റിലായിട്ട് വിൻഡോ ആണ് വരുന്നത്. വിൻഡോ ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്ത് റോമൻ കട്ടൻസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് വലുപ്പമുള്ള ഒരു വാൾഡ്രോബ് നൽകിയിട്ടുണ്ട്. ഈ ഒരു കോർണറിലായിട്ട് നമുക്കൊരു ഡ്രസ്സിംഗ് യൂണിറ്റ് ലഭിക്കുന്നുണ്ട്. കൂടാതെ ഇവിടെയായിട്ട് നമുക്കൊരു സീറ്റിംഗ് യൂണിറ്റ് വരുന്നുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് ഗസ്റ്റ് ലിവിംഗ് സ്പേസിലേക്ക് ഒരു വ്യൂ കൂടി ലഭിക്കുന്നുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. എല്ലാം തന്നെ പാരിവെയറിൻ്റെ ഫിറ്റിംഗ്സ് ആണ് വരുന്നത്. ഹീറ്ററിനുള്ള പോയിന്റും എക്സ്പോസ്റ്റ് ഫാനും ഈ ഒരു ബാത്റൂമിന് നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിൽ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോറും വുഡിലാണ് ചെയ്തിരിക്കുന്നത്. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിന് 12.5 അടിയിലേറെ നീളവും 10 അടിയിലേറെ വീതിയുമാണ് ഉള്ളത്. സൗത്തിലേക്ക് നമുക്കൊരു ബാൽക്കണി ലഭിക്കുന്നുണ്ട്. അവിടേക്ക് ഇറങ്ങാനായി ഡോറ് നൽകിയിട്ടുണ്ട്.
വെസ്റ്റിലേക്ക് ഒരു വിൻഡോ ആണ് വരുന്നത്. വിൻഡോ ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്ത് റോമൻ കട്ടൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു കോർണറിലായിട്ട് ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് ലഭിക്കുന്നുണ്ട്. ഇത് കൂടാതെ തന്നെ നമുക്ക് വലുപ്പമുള്ളൊരു വാൾഡ്രോബ് വരുന്നുണ്ട്. വാൾഡ്രോബിൽ മിറർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സീലിംഗിൽ സ്പോട്ട് ലൈറ്റ് ആണ് നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോർ ആണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു ബാത്റൂമിന് എല്ലാം തന്നെ പാരിഗന്റെ ഫിറ്റിംഗ്സ് ആണ് വരുന്നത്. ഹീറ്ററിനുള്ള പോയിന്റും എക്സ്ഹോസ്റ്റ് ഫാനും ഈ ഒരു ബാത്റൂമിൽ നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ വീടിൻ്റെ അവസാന ഭാഗമായ യൂട്ടിലിറ്റി സ്പേസിലേക്ക് വരാം. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടാണ് ഈ ഒരു സ്പേസ് വരുന്നത്. ഒരു കോർണറിലായിട്ട് വാഷിംഗ് മെഷീനുള്ള പോയിന്റ് ഉണ്ട്. ഈ ഒരു സൈഡിൽ നിന്നാണ് ഓപ്പൺ ടെറസിലേക്കുള്ള സ്റ്റെയർ വരുന്നത്. ഈ ഒരു ഭാഗത്തെല്ലാം തന്നെ സ്ക്വയർ ടോപ്പ് ഡിസൈൻ നൽകി ഒരു സീറ്റിംഗ് യൂണിറ്റ് വരുന്നുണ്ട്. മുകളിൽ പോളികാർബൺ ഷീറ്റ് കൊണ്ട് കവർ ചെയ്താണ് ഈ ഒരു യൂട്ടിലിറ്റി സ്പേസ് വരുന്നത്. 7 സെന്റ് 600 മീറ്റർ സ്ഥലത്ത് 2450 സ്ക്വയർ ഫീറ്റ് 4 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമും യൂട്ടിലിറ്റി സ്പേസും 2 കിച്ചണും 4 കാർ പാർക്കിംഗ് സ്പേസും കൂടാതെ മനോഹരമായി ലാൻഡ്സ്കേപ്പും ചെയ്ത ഈ ഒരു വീടിന് ചോദിക്കുന്നത് 1,69,00,000 രൂപയാണ്. ഈ വില നെഗോഷ്യബിളുമാണ്. അതുപോലെ ഈ വീടിന് ഹോം ലോണും അവൈലബിൾ ആണ്. എറണാകുളം ജില്ലയിൽ ഇതുപോലെ മനോഹരമായ വില്ലകൾ, വീടുകൾ, പ്ലോട്ടുകൾ എന്നിവ നേരിൽ കാണുന്നതിനും കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും വാങ്ങുന്നതിനും വീടുകൾ കൺസ്ട്രക്ട് ചെയ്യുന്നതിനും ഹോം ലോൺ ഫെസിലിറ്റിക്കും ബ്രോക്കറേജ് ഫീ ഇല്ലാതെ ഇവയെല്ലാം സ്വന്തമാക്കുന്നതിന് സ്ക്രീനിൽ കാണുന്ന ബുദ്ധ സ്റ്റേറ്റ്സ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ പേര് നീതു. താങ്ക്സ് ഫോർ വാച്ചിങ്.